നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാടിന്റെ ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പാലക്കാട് ആര് MLA ആകും എന്ന ചോദ്യത്തിന് മറുപടിയായി കോൺഗ്രസ് അവതരിപ്പിച്ചത് രമേശ് പിഷാരടിയായിരുന്നു. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. രമേശ് പിഷാരടി ജയിക്കുമോ? ഒരു സിനിമാ നടന്, പ്രത്യേകിച്ച് ഇടത് അംഗങ്ങൾ തന്നെ കളിയാക്കിയത് കോമാളിയായാലും കോമഡി നടനായ ഒരു വ്യക്തി, അദ്ദേഹം യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ പാലക്കാടിന്റെ മണ്ണിലേക്ക്, പ്രത്യേകിച്ച് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ വിജയം കൈവരിക്കാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത്. മാത്രമല്ല, പ്രചാരണ സമയത്ത് ഞങ്ങളുടെ ഏരിയയിലേക്ക് വരേണ്ടതില്ല UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് BJP പ്രവർത്തകരുടെ സമരം മറുവശത്ത്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധികൾ, പ്രചാരണ സമയത്ത് ചില വിവാദങ്ങൾ, അതിനെല്ലാം അതിജീവിച്ച് ഒടുവിൽ പാലക്കാടിന്റെ പ്രിയപ്പെട്ട MLA ആയി രമേശ് പിഷാരടി വിജയിക്കുകയും ഇപ്പോൾ ഇതാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ പങ്കുവച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഫേസ്ബുക്കിലൂടെ ആ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. പാലക്കാടിന്റെ MLA ആയി പ്രിയപ്പെട്ട രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലക്കാടിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഇവിടുത്തെ മുൻ MLA. അപ്പോൾ തനിക്ക് ശേഷം എത്തിയ MLAക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുമാത്രമല്ല, രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല കഴിഞ്ഞിട്ട് അടുത്ത് വരേണ്ടത് ഈ അക്ഷരമാല ക്രമത്തിലാണ് ഓരോ MLA-മാരെയും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുന്നത്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ് അടുത്ത് വരേണ്ടിയിരുന്നത് രമേശ് പിഷാരടി ആയിരുന്നു. എന്നാൽ 10 മിനിറ്റ് രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത തൊട്ട് പിന്നാലെ പ്രോംപ്റ്റ് സ്പീക്കറിന് ഒരു 10 മിനിറ്റ് ഇടവേള പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ തുടങ്ങിയത്. എന്തായാലും രമേശ് പിഷാരടി പാലക്കാടിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടുത്തെ വിജയത്തിൽ 3ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നടന്നത്. ആദ്യ മണിക്കൂർ വോട്ടെണ്ണൽ നടന്ന ആദ്യ മണിക്കൂറിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു മുൻപന്തിയിൽ നിന്നത്. പക്ഷെ പിന്നീട് പിന്തള്ളപ്പെടുകയായിരുന്നു. എന്തായാലും ഇനി പാലക്കാടിന്റെ MLA ആയി രമേശ് പിഷാരടി ഉണ്ടാകും. മാത്രമല്ല, താൻ ജയിച്ചു കഴിഞ്ഞാൽ സിനിമയും സ്റ്റേജ് ഷോകളും അവസാനിപ്പിക്കും, MLA ആയി പൂർണ്ണ സമയം പാലക്കാടിനൊപ്പം ഉണ്ടാകും എന്നൊരു ഉറപ്പ് രമേശ് പിഷാരടി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്റെ സിനിമകളും സ്റ്റേജ് ഷോകളും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് അദ്ദേഹം. പാലക്കാട് ആദ്യ വാക്ക് രമേശ് പിഷാരടി പാലിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും രമേശ് പിഷാരടി ഉറപ്പ് നൽകി. പാലക്കാട് നഗരത്തിൽ തന്നെ MLAയുടെ പുതിയ ഓഫീസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ തുറന്ന് പ്രവർത്തനം തുടങ്ങും. ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും നേരിട്ട് അറിയിക്കാൻ ഇവിടെ സൗകര്യമുണ്ടാകും. നേരത്തെ ഉപയോഗിച്ചിരുന്ന MLA ഓഫീസ് കെട്ടിടം വിട്ടൊഴിയാൻ KSRTC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ താൽക്കാലികമായി മറ്റൊരു സ്വകാര്യ കെട്ടിടത്തിലായിരിക്കും പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. റോഡുകളുടെ തകർച്ച, കുടിവെള്ളക്ഷാമം തുടങ്ങിയ പാലക്കാട്ടുകാരെ അടിയന്തര പ്രാധാന്യമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. കലാരംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിന്ന് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വേണ്ടി മുഴുവൻ സമയം നീക്കിവെക്കാനാണ് തന്റെ തീരുമാനമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നമുക്കറിയാം, പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഭവിച്ച കോലാഹലങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് സ്ഥാനം നഷ്ടമാകുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതിഷേധങ്ങൾ, എല്ലാറ്റിനും ഒടുവിൽ രമേശ് പിഷാരടി UDFന് അവിടെ സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം പാലക്കാട് എന്നല്ല സംസ്ഥാനത്ത് ഒട്ടാകെ കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കുമോ, സ്ത്രീ വോട്ടർമാർ അകലുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. പക്ഷേ അത്തരത്തിൽ രാഹുലിന്റെ പ്രശ്നം, രാഹുലിന്റെ കേസ്, അത് യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ അത് യാതൊരു രീതിയിലും UDFനെ ബാധിച്ചിട്ടില്ല, പാലക്കാട് വിജയത്തെ അത് ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. എന്തായാലും തെറ്റുകാരെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു കിടപ്പ് സ്ഥിതിയൊക്കെ മനസ്സിലാക്കി നിൽക്കേണ്ടവരോടൊപ്പം തന്നെ പാലക്കാട് ജനത നിന്നിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡന കഥ ഉയർത്തി UDFനെ വലിയ രീതിയിൽ പ്രതിപക്ഷങ്ങൾ ആക്രമിച്ചുവെങ്കിലും അതൊന്നും വില പോയില്ല. UDFനെ അല്ലെങ്കിൽ UDF തന്നെ ഞങ്ങളെ ഭരിച്ചാൽ മതിയെന്ന് പാലക്കാട് ജനതയും കൂടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് രമേശ് പിഷാരടി പാലക്കാടിന്റെ MLA ആയി, പ്രിയപ്പെട്ട MLA ആയി മാറിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് MLA എന്ന രീതിയിൽ, ഒരു നടൻ എന്ന രീതിയിലും ഒരു കൊമേഡിയൻ എന്ന രീതിയിലും ഒക്കെ അദ്ദേഹത്തെ നമ്മൾ കണ്ടു. ഇനി ഒരു MLA എന്ന രീതിയിൽ രമേശ് പിഷാരടിയെ കാണാൻ തയ്യാറെടുക്കുകയാണ് കേരള ജനത. അതേസമയം നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടെ നിർണായകമായ മറ്റൊരു രാഷ്ട്രീയ ചിത്രത്തിന് കൂടി സാക്ഷിയായിരിക്കുകയാണ്. പ്രോം ടൈം സ്പീക്കർ G സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി പിണറായി വിജയൻ. ആ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം. കേരളം ഉറ്റുനോക്കിയ ആ ചിത്രം ഇന്ന് നമുക്ക് മുന്നിലേക്ക് അല്പസമയം തൊട്ട് മുന്നേ
വന്നിരിക്കുകയാണ്. അതായത് പ്രോം ടൈം സ്പീക്കറായ ജി സുധാകരന് മുന്നിൽ MLA ആയി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചിത്രമായി ഇത് മാറിയിരിക്കുകയാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പ്രോം ടൈം സ്പീക്കർ ജി സുധാകരൻ അനൗൺസ് ചെയ്യുന്നു. പിണറായി വിജയൻ എത്തുന്നു. അദ്ദേഹം സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിൽ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട്. എന്നാലും പിണറായി വിജയൻ സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിനുശേഷം ഒപ്പുവയ്ക്കുന്നു. ശേഷം പ്രോം ടൈം സ്പീക്കർ അടുത്ത് പോകുന്നു. ഇരുവരും ഹസ്തദാനം ചെയ്യുകയും പരസ്പരം മുഖത്ത് നോക്കി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും കൗതുകമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ നമുക്കറിയാം പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ ഒരു നിർണായക തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ശേഷം ഇരുവരും തമ്മിൽ അതായത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കാമെന്ന തീരുമാനമെടുക്കുന്നു. എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹവുമായി അനുനയ ചർച്ചകൾക്ക് തയ്യാറാകും എന്ന പ്രതീക്ഷകൾ, എന്ന വാർത്തകളൊക്കെ പടരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ജി സുധാകരനെ കാണാനോ ഒരു അനുനയ ചർച്ചയ്ക്കോ പിണറായി വിജയൻ തയ്യാറായില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് പിണറായി വിജയൻ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന അഭ്യൂഹങ്ങൾ നിൽക്കവേ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ പിണറായി വിജയൻ പോയ കാഴ്ചയൊക്കെ നമുക്ക് മറക്കാനാകില്ല. ഈ പ്രചരണ സമയത്തൊക്കെ നടന്ന സംഭവമാണിത്. പിന്നാലെയാണ് അദ്ദേഹം ജി സുധാകരൻ കോൺഗ്രസിലേക്ക് ചേർന്നതും കോൺഗ്രസുമായി സഹകരിക്കുന്നതും. ഇപ്പോൾ ഇതാ അവിടെ നിന്ന് അമ്പലപ്പുഴ, അവിടെ ഒരിക്കലും കൈവിടരുതെന്ന് LDF ആഗ്രഹിച്ചതാണ്. പക്ഷേ സുധാകരന് മുന്നിൽ അവിടെ LDF തോറ്റു. എന്തായാലും അദ്ദേഹം നിയമസഭയിൽ എത്തിയിരിക്കുന്നു. റോളുകൾ മാറിയിരിക്കുകയാണ്. പ്രോം ടൈം സ്പീക്കറായി ജി സുധാകരൻ, MLA ആയി പിണറായി വിജയൻ. 15ാം നിയമസഭയുടെ നായകനായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ഇപ്പോൾ ഇതാ 16ാം നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ നായക പദവി നഷ്ടമായിരിക്കുന്നു. മറിച്ച് പ്രതിപക്ഷത്തിന് നായകനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. മാത്രമല്ല പിണറായി വിജയനെ പ്രതിപക്ഷം, അതായത് നിയമസഭയിലുള്ള പ്രതിപക്ഷം കരഘോഷത്തോടെയാണ് സത്യപ്രതിജ്ഞ നടത്താനായി സ്വീകരിച്ചത്. ഡെസ്കിൽ തട്ടി സന്തോഷം പ്രകടിപ്പിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറായ വിദ്യാ ബാലകൃഷ്ണൻ വിജയിച്ചിരുന്നു, മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു. വിദ്യാ ബാലകൃഷ്ണന് ശേഷമാണ് പിണറായി സത്യപ്രതിജ്ഞയ്ക്ക് വന്നത്. 133ാമതായിട്ടാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞതാണ്. ഈ ആൽഫബറ്റിക് ഓർഡറിലാണ്, അക്ഷരക്രമത്തിലാണ്, ഓരോരുത്തരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൻ്റെ എന്ന ക്രമത്തിലാണ് സത്യപ്രതിജ്ഞയെ ക്ഷണിക്കുന്നത്. 133ാമതായാണ് പിണറായി വിജയൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം സഭയെ നയിച്ച നായകനാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തെ നയിക്കുന്ന റോളുകൾ മാറി മറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും കൗതുകമായ കാഴ്ചകൾക്കാണ് ഇന്ന് അവിടെ സാക്ഷിയായത്. നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ കടന്നുപോയ സാഹചര്യമാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ അല്പസമയത്തിനകം സമാപിക്കും. ഏതാണ്ട് അവസാനത്തേക്ക് എത്താറായിരിക്കുകയാണ്.